അടുത്തതായിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു കിരൺ. യെസ് കിരൺ. കിരൺ എവിടുന്ന് വരുന്നു? ഞാൻ കായംകുളത്ത് നിന്നാണ് വരുന്നത്. കായംകുളത്ത് നിന്നാണ് വരുന്നത്. ആൻഡ് കിരൺ ഒരു ഡെന്റിസ്റ്റ് ആണ്. തീർച്ചയായും. ഓക്കെ, ഡെന്റിസ്റ്റ് ആണെന്ന് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം നമ്മുടെ മിമിക്രിക്കാരുടെ എല്ലാവരുടെയും പല്ല് നോക്കുന്നത് കിരണാണെന്നൊരു ശ്രുതി കേട്ടു. ശരിയാണോ? കുറച്ചൊക്കെ നമ്മുടെ എല്ലാം സുഹൃത്തുക്കള് ഫ്രീ കൺസൾട്ടേഷൻ ആട്ടോ. എന്തോ ഫ്രീ കൺസൾട്ടേഷൻ ഫ്രീ കൺസൾട്ടേഷൻ ആണ് മിമിക്രി ചെയ്യുന്നവർക്ക്. ഓസിന് പല്ല് കാണിച്ചിട്ട് വരിക. ഓക്കെ, അതാണ് പരിപാടി. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവർ ഈ പെർഫോമൻസ് കഴിഞ്ഞ് ഇറങ്ങി ഉടനെയാണോ വരാറ്? ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഡെന്റിസ്റ്റിന്റെ വക പെർഫോമൻസ് എന്താണ് ഈ സ്പെഷ്യൽ പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? സ്റ്റാർ വോയിസ് ഇമിറ്റേഷൻ ആണ്. ഓക്കെ, നമുക്ക് ആദ്യം ജോയ് മാത്യുവിന്റെ വോയിസ്. ജോയ് മാത്യുവിന്റെ വോയിസ്. ഒരു വൈദികൻ യേശുവിന്റെ പ്രതിപക്ഷമാണ് നിന്നെ പഠിച്ചിട്ടുള്ളത്. യേശുവിന്റെ പ്രതിപക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വികാരിയായിരിക്കുന്നുണ്ട്. വലിയ കൊടുത്ത ശീലങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് ഈ പള്ളിയിൽ കൊച്ചിനായിരിക്കണമെങ്കിൽ ഈ കുപ്പായൊക്കെ മാറ്റി പള്ളി ശ്രമണം കിടാവുള്ള ലോഹം എടുത്തിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ഫാദർ വിൻസെന്റ് പെട്രോളിക്ക്. ശശി കലിംഗ. ശശി കലിംഗ. ഈ നാട്ടിലാർക്കെങ്കിലും കാശിന്റെ ആവശ്യം വന്ന ഓടി എന്തെടുത്തേക്കായിരുന്നു. ഞാനായി നിലവറയുടെ കാവൽക്കാരൻ. എടാ അന്തോണി, നിന്നോട് ഞാൻ ചുവന്ന കോളിൽ പച്ചമൂത്ത് പിടിപ്പിച്ച പാർട്ടി വേറെടുക്കാനല്ലേ പറഞ്ഞത്. അടുത്തത് ഡയറക്ടർ രഞ്ജിത്ത്. രഞ്ജിത്ത് ഒരു നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണം. തനിക്ക് ചുറ്റുമുള്ളവരെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലുമില്ലാത്തവരെ, കഥാപാത്രങ്ങളെ പഠിക്കുവാനുള്ള മനസ്സുണ്ടാവണം. ഇതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയും ഉണ്ടാവണം. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. താങ്ക് യു. നമ്മൾ തമിഴിൽ നിന്നും മൊട്ട രാജേന്ദ്രൻ. ஹலோ, how are you? எப்படி இருக்கு எல்லாரும்? ஹலோ பிரதர், how are you? உங்களை எல்லாம் பார்த்ததுல ரொம்ப பெருமையா இருக்கு. நான் வரட்டுமா? I'm waiting. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ചെമ്പൻ വിനോദ്. ഓക്കെ, കുറച്ച് കാലജാക്കം പതിരിച്ചിട്ട് ചെയ്യുന്ന പാവോടെ പുണ്യാണോന്ന് അറിയാത്തതുകൊണ്ട് മനസ്സിൻ്റെ അത് ജാതി വ്യസന. എനിക്ക് അപ്പൻ്റെ ക്യാരക്ടറാണ്. നന്നായിട്ട് പിടം വിടും. സംഗതി നടക്ക് സീനാണെങ്കിലും ജയിലെന്ന് പറഞ്ഞാ ഒരു സംഭവമാണ്. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. നമ്മൾ സിനിമാ തിയേറ്ററിൽ ചെല്ലുമ്പോൾ പുകവലിക്കെതിരെയുള്ള 2 പരസ്യങ്ങളുണ്ടല്ലോ. അത് ഇംഗ്ലീഷും മലയാളം. ഓക്കെ. Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The following characters shown in this film or program do not support the use of any type of tobacco products, such as beedies, cigarettes, Chinese, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലും പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പുകവലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. താങ്ക് യു. കഴിഞ്ഞു. ഇത്രയായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. ഒരു മുഖത്തൊരു അൾസർ വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് സ്റ്റാറുകൾ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം അത് കാരണം ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കുറുന്തോട്ടിക്ക് വാദം എന്നൊക്കെ പറയണല്ലോ അല്ലേ? ഞാനിപ്പം മരുന്ന് കേട്ടോ വന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേച്ചുകൊണ്ടിരിക്കുക. കയറുന്നതിന് തൊട്ട് മുമ്പ് തേച്ച് മരവിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അതാണ് ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ ഡോക്ടർ കിരണിന്റെ പെർഫോമൻസ് അങ്ങനെയായിരുന്നു. ഇത് ഈ മിമിക്രി സ്റ്റാർ ആർട്ടിസ്റ്റുകളെ കണ്ട് ഇതിലേക്ക് വന്നതാണോ അതോ ഞാൻ സ്കൂളിൽ ചെറുതായിട്ട് തുടങ്ങി. പിന്നെ എനിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രൈസ് ഉണ്ടായിരുന്നു മിമിക്രിയിൽ പഠിക്കുന്ന സമയത്ത്. അതിനുശേഷം പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു. നാട്ടിലെത്തി ക്ലിനിക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ കുറേ പേര് അവർ വീണ്ടും എന്നെ ഫീൽഡിലേക്ക് വന്നു. അങ്ങനെ എല്ലാ സുഹൃത്തുക്കളും അങ്ങനെ വീണ്ടും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ, സോ എന്ത് പറയുന്നു? ലാസ്റ്റ് പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ? ഒരു ഡോക്ടറാ പറഞ്ഞത് മിമിക്രി ചെയ്ത് കുഴപ്പമില്ലാതെ പോകുന്നു. എന്റെ പല്ലിന് കുഴപ്പമില്ലാതെ. പല്ലിന് കുഴപ്പമില്ലാതെ പുള്ളി ഉദ്ദേശിച്ച അല്ലെന്ന്. അതെ, നല്ല അടിപൊളിയാണ്. സാമ്പത്തികം അല്ല ഉദ്ദേശിച്ചത്. കുഴപ്പമില്ലാതെ പോകുന്നത് പല്ല് പോകാതെ സ്റ്റേജുകൾ കൈകാര്യം ചെയ്യുന്നു. മനസ്സിന്റെ സന്തോഷം.
ഓക്കെ, അടിപൊളിയായിരുന്നു, നല്ല ഓക്കെ കിരൺ, താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ.